നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ഇത്? ദേവിക്കുള്ള വഴിപാട് കാശ. ഇപ്പൊ അസുഖമൊക്കെ കുറഞ്ഞില്ലേ? കൂടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതില്ലാതിരിക്കാൻ വേണ്ടിയാ. ഓരോരോ അന്ധവിശ്വാസങ്ങൾ എഴുന്നള്ളിച്ചോണ്ട് വന്നോളും. ഇന്നിത് കൈ കെട്ടാൻ പറയും, നാളെ വേറെന്തെങ്കിലും കൊണ്ടുവന്ന് എന്റെ തലയിലോട്ട് കെട്ടാൻ പറയും. ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ എന്നെ കുരങ്ങ് കളിപ്പിക്കാന്നാണോ നിന്റെ വിചാരം? അസുഖം മാറി ഞാൻ എഴുന്നേറ്റോട്ടെ, എല്ലാം കൂടി തീർത്തു വരുന്നുണ്ട് ഞാൻ. അതപ്പോഴല്ലേ. ഇപ്പൊ ഇത് കൈ കെട്ടാൻ നോക്ക്. അയ്യോ, പെറുക്കിയെടുത്തോണ്ട് പൊക്കോണോ എല്ലാം കൂടി. നീ പറഞ്ഞല്ലോ എന്റെ അസുഖം പെട്ടെന്ന് ഭേദായിന്ന്. അല്ലാതെ നിനക്ക് അസുഖം വന്ന് ചാവാൻ കിടന്ന പോലെ ഞാൻ കിടന്നില്ലല്ലോ. അതെന്താ? എന്റെ മനസ്സ് നല്ലതായതുകൊണ്ട്. അല്ലാതെ നീ പ്രാർത്ഥിച്ചിട്ട് മന്ത്രം ചൊല്ലിയിട്ട് ഒന്നുമല്ല. എന്റെ അസുഖം മാറാൻ എനിക്ക് നിന്റെ ദേവിയുടെ സഹായം ഒന്നും വേണ്ട. ദേ, എടുത്തോണ്ട് ഇറങ്ങിപ്പോക്കെ. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണെന്നൊക്കെ എനിക്കറിയാം. ഞാനിത് എന്റെ അനുജത്തിമാര് കാണിക്കുന്ന പിണക്കായിട്ടേ കൂട്ടുന്നുള്ളൂ. ഇതൊന്ന് കയ്യിൽ കെട്ടുന്നോണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. എങ്ങനെയാടി നിനക്ക് ഇത്ര നാണം ഇല്ലാത്തവളായിട്ട് മാറാൻ പറ്റുന്നേ? എത്ര ചീത്ത പറഞ്ഞാലും നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ? അതെങ്ങനെയാ? അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചിട്ട് വേണ്ടേ? അന്തസ്സുള്ള അച്ഛന് പിറക്കണ്ടേ? എനിക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കണം. ഇറങ്ങിപ്പോ. പത്മ, വേദമോളുടെ അടുത്ത് താൻ അങ്ങനെ പോവാറില്ല. അതൊരു പ്രശ്നമായിട്ട് ഞാൻ പറയുന്നതല്ല. തനിക്ക് കമ്പനിയിൽ പോവാനുണ്ട്, താൻ അവിടെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഒരു പകർച്ചവ്യാധി വരുമ്പോ അത് പകരാതിരിക്കാൻ നോക്കാന്ന് പറയുന്നത് തെറ്റുമല്ല. പക്ഷേ വാതിലിന് പുറത്തു നിന്നെങ്കിലും താൻ വേദമോളെ ഒന്ന് ഉപദേശിക്കണം. എന്തിന്? വേദയുടെ അസുഖം നോക്കുന്നത് നന്ദിനിയാണല്ലോ. പക്ഷെ പലപ്പോഴും വേദ അവളെ അപമാനിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അസുഖം വരുമ്പോ അടുത്ത് നിൽക്കുന്നവരെ ഒരു പരിചാരികയായിട്ടെങ്കിലും കണ്ടൂടെ? അവളോട് നന്നായി പെരുമാറിക്കൂടെ? വേദയുടെ അസുഖം മാറിയിട്ട് ഞാൻ അവൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം. ആ നന്ദിനിക്ക് അങ്ങനെ ഒരു മനസ്സൊക്കെ ഉണ്ടോ തനിക്ക്? ഉണ്ട്. എന്താ വാങ്ങിക്കണ്ടേന്നാ ഞാനിപ്പോ ആലോചിക്കണേ. ഒരു സ്വർണത്തിന്റെ കിരീടം തന്നെ അങ്ങ് വാങ്ങിക്കാം അല്ലേ? അതാവുമ്പോ അത് വെച്ച് അവൾക്ക് അടുക്കളയിൽ ജോലിയും ചെയ്യാം, പുറം പണികളും ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും കാണാൻ. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാ വീട്ടിലെ മഹാറാണി ആരെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. താൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഇത്രയും സൂക്ഷ്മമായി നിങ്ങൾ മരുമകളെ എന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറ്റാൻ ശ്രമിക്കുമ്പോ ഞാൻ അതിന് ഓക്കെ പറയണോ? അവളില്ലായിരുന്നെങ്കിൽ ഈ വീട് അങ്ങോട്ട് വീണും നിലം പൊത്തുമായിരുന്നു എന്ന് പറയണോ? താൻ വേദമോളെ ഉപദേശിക്കുകയൊന്നും വേണ്ട. ഈ പറയുന്ന വാക്കുകൾ ഏതെങ്കിലും വേദമോളുടെ ചെവിയിൽ എത്തിയാല് അസുഖക്കിടക്കയില് ഇതിലും കൂടിയത് എന്തെങ്കിലുമൊക്കെ അവള് കാണിക്കും. അപ്പൊ നിങ്ങൾ മിണ്ടാതിരിക്കും, അതാ നല്ലത്.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വീട്ടില് വേറെ ഏത് വേലക്കാരി ഉണ്ടായിരുന്നെങ്കിലും ഈ ഡ്യൂട്ടിയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. അവൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ഈ വീട്ടിലെ വേലക്കാരി ആയതുകൊണ്ട് തന്നെയാണ്.